ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് പാർട്ട് 16ലേക്ക് കടക്കാം. ഇനി പാർട്ട് 17 കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ വന്ന തൊഴിൽ വാർത്തകളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് വരണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൽ ഈസ് ദ ലോങ്സ്റ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് സെൽ ഏതാണ്? നെർവ് സെൽസ് ആണ്, അഥവാ ന്യൂറോൺസ് ആണ് അല്ലെ. ന്യൂറോൺസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് എൻഷുവർ ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ദി ഓർഗൻസ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ നെർവസ് സിസ്റ്റം ഈസ് ദ നെർവ് സെൽ. ബേസിക് യൂണിറ്റ് ഏതാണ്? ന്യൂറോൺസ് ആണ്. ഈച്ച് നെർവ് സെൽ കൺസിസ്റ്റ് ഓഫ് ദ സെൽ ബോഡി, എ മേജർ ബ്രാഞ്ചിങ് ഫൈബർ ആൻഡ് ന്യൂമറസ് സ്മോളർ ബ്രാഞ്ചിങ് ഫൈബേഴ്സ്. ന്യൂറോൺസിന്റെ സ്ട്രക്ചർ അറിയാലോ അല്ലെ, ഒരു പിക്ചർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വേറെ കൂടുതലായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. ദ ലോങ്സ്റ്റ് സെൽ ഇൻ അവർ ഹ്യൂമൻ ബോഡി ഈസ് ന്യൂറോൺസ് അഥവാ നെർവ് സെൽസ്. ഓക്കെ, അടുത്തല്ലേ പോകാം. The space near the gut as per the kidney dialysis is known as. The space near the gut as per the kidney dialysis is known as peritoneal cavity. എന്താണ് peritoneal cavity? വായിക്കാം. The peritoneal cavity contains the omentum, ligaments and mesentery. Peritoneal dialysis is a treatment for kidney failure that uses the lining of our abdomen or belly to filter our blood inside body. അപ്പോൾ ബ്ലഡ് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെരിറ്റോണിയൽ ഡയാലിസിസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ലൈനിങ് ഓഫ് അവർ അബ്ഡമൻ ഓർ ബെല്ലി. ആ ലൈനിങ്ങിൽ നിന്നാണ് ബ്ലഡ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്പേസ് നിയർ ദ ഗട്ട് ആസ് പെർ ദ കിഡ്നി ഡയാലിസിസ് ഈസ് നോൺ ആസ് പെരിറ്റോണിയൽ ക്യാവിറ്റി. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഫോർ ദ നോർമൽ ഹാർട്ട് ബീറ്റ്, ഡീപോളറൈസേഷൻ സ്റ്റിമുലസ് ഒറിജിനേറ്റ്സ് ഇൻ. ഫോർ ദ നോർമൽ ഹാർട്ട് ബീറ്റ്, ഡീപോളറൈസേഷൻ സ്റ്റിമുലസ് ഒറിജിനേറ്റ്സ് ഇൻ SA നോഡ്, അതായത് സൈനോ ഏട്രിയൽ നോഡ്. അതാണ് ആൻസർ. The depolarization stimulus for the normal heartbeat originates in the sinoatrial node. Depolarization of the heart is the initiating event for cardiac contraction. Depolarization of the heart is the initiating event for cardiac contraction. ബാക്കി, the electric currents that spread through the heart are produced by 3 components. ഏതൊക്കെയാണ് 3 components? Cardiac pacemaker cells, specialized conduction tissue and the heart muscles. അപ്പോൾ for the normal heartbeat, depolarization stimulus originates in SA node. ഏതാണ്? SA node. Okay, fourth one, beta oxidation of fatty acids occurs in. Beta oxidation of fatty acids occurs in mitochondria. ഏതാണ്? mitochondria. അപ്പം ഫാറ്റി ആസിഡ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഫാറ്റി ആസിഡ്സ് ആർ ബ്രോക്കൺ ഡൗൺ ടു പ്രൊഡ്യൂസ് എനർജി. എന്താണ്? ഫാറ്റി ആസിഡ്സ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് ഫാറ്റി ആസിഡ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അത് എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. വായിച്ചു നോക്കാം. ബീറ്റ ഓക്സിഡേഷൻ ഈസ് എ സിഗ്നിഫിക്കന്റ് സോഴ്സ് ഓഫ് മെറ്റബോളിക് എനർജി ഡ്യൂറിംഗ് ദ ഇന്റർപ്രാൻഡിയൽ periods and high energy demand states such as exercise. അപ്പോൾ ബീറ്റ ഓക്സിഡേഷൻ വഴി നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴാണ് നടക്കുന്നത്? ഡ്യൂറിംഗ് ദ ഇന്റർപ്രാൻഡിയൽ പീരീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം. ഓക്കെ, പ്രീ പ്രാൻഡിയൽ, പോസ്റ്റ് പ്രാൻഡിയൽ എന്നൊക്കെ കേട്ടിട്ടില്ല. അതേപോലെ തന്നെ ഇന്റർപ്രാൻഡിയൽ പീരീഡിലാണ് ഇത് നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടാവും. എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കൂടുതൽ എനർജി ആവശ്യമാണല്ലോ. അപ്പോഴൊക്കെയാണ് ബീറ്റ ഓക്സിഡേഷൻ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പം അടുത്ത പോയിന്റ് എന്താണ്? മൈറ്റോകോൺട്രിയ എന്താണെന്നാണ് പറയുന്നത്. മൈറ്റോകോൺട്രിയ ആർ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ദാറ്റ് ജനറേറ്റ് മോസ്റ്റ് ഓഫ് ദി കെമിക്കൽ എനർജി നീഡഡ് ടു പവർ ദ സെൽസ് ബയോകെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, മൈറ്റോകോൺട്രിയ പവർ ഹൗസ് തന്നെയാണല്ലോ അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് ഒക്വേഴ്സ് ഇൻ മൈറ്റോകോൺട്രിയ.
അടുത്തതിലേക്ക് പോകാം. മൈക്രോഫിലമെന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് എ പ്രോട്ടീൻ കോൾഡ് ഡാഷ്. മൈക്രോഫിലമെന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് എ പ്രോട്ടീൻ വിച്ച് ഈസ് കോൾഡ് ആക്റ്റിൻ. എന്താണ് ആക്റ്റിൻ? ഓക്കെ, വായിച്ചു നോക്കാം. ആക്റ്റിൻ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ മോസ്റ്റ് യൂക്കാരിയോട്ടിക് സെൽസ്. Actin participates in many important cellular processes including muscle contraction, cell motility, cell division and cytokinesis. അപ്പം എന്താണ് ഇനിയുണ്ട് അല്ലേ? വെസിക്കൽ ആൻഡ് ഓർഗനലെ മൂവ്മെന്റ്, സെൽ സിഗ്നലിംഗ് ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സെൽ ജംഗ്ഷൻസ് ആൻഡ് സെൽ ഷേപ്പ്. അപ്പം ആക്റ്റിൻ എന്തിലൊക്കെ ഒരുപാട് സെല്ലുലാർ പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങളിൽ ആക്റ്റിൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുവിധം യൂക്കാരിയോട്ടിക് സെല്ലിലെല്ലാം കാണപ്പെടുന്ന ഒരു അബണ്ടന്റ് പ്രോട്ടീനാണ് ആക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം എന്തായിരുന്നു ചോദ്യം? മൈക്രോഫിലമെന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് എ പ്രോട്ടീൻ കോൾഡ് ആക്റ്റിൻ. ആക്റ്റിൻ. Okay, sixth one, amniocentesis is a process used to determine a disease of the embryo. എന്താണ്? എംബ്രിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്നിയോസെന്റസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. വായിച്ചു നോക്കാം. A medical procedure used in the prenatal diagnosis of chromosomal abnormalities, sex determination and fetal infections is known as amniocentesis. It is a medical procedure used in the prenatal diagnosis of chromosomal abnormalities, sex determination and fetal. It is a diagnostic procedure undergone during pregnancy, typically to check the baby's chromosomal setup. ഓക്കെ, അപ്പോൾ എന്താണ് അമ്നിയോസെന്റസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എംബ്രിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെവൻത്ത് വൺ, മെഷർമെന്റ് ഓഫ് overall strength of antigen and antibody by avidity. അപ്പോൾ അവിഡിറ്റി എന്താന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് അഫിനിറ്റിയും അവിഡിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. അത് രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ആണ്. അതിനെക്കുറിച്ച് അറിയാവോ? അതായത് ആൻറ്റിബോഡിയിലെ ഒരു ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റും ഒരു ആൻറ്റിജനും തമ്മിലുള്ള ബൈൻഡിങ് ശക്തിയാണ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ആണ് അഫിനിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ആന്റിബോഡിയിൽ ഒരു ആന്റിജൻ ബൈൻഡിങ് സൈറ്റും ഒരു ആന്റിജനും തമ്മിലുള്ള ബൈൻഡിങ് സ്ട്രെങ്ത് ആണ് അഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന അവിഡിറ്റി എന്താണ്? ഒരു മൾട്ടിവാലന്റ് ആന്റിബോഡിയും മൾട്ടിമെറിക് ആന്റിജനും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആവശ്യമായിട്ടുള്ള ക്യുമുലേറ്റീവ് സ്ട്രെങ്ത് ആണ് അവിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ്? ഒരു മൾട്ടിവാലന്റ് ആന്റിബോഡിയും മൾട്ടിമെറിക് ആന്റിജനും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആവശ്യമായിട്ടുള്ള ക്യുമുലേറ്റീവ് സ്ട്രെങ്ത് ആണ് അവിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് അഫിനിറ്റീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എന്താണ് വ്യത്യാസം? ഇറ്റ് ഹോൾഡ്സ് എ ലാർജർ വാല്യൂ ദാൻ ഓൾ ദ അഫിനിറ്റീസ് കമ്പൈൻഡ്. ഓക്കെ, അപ്പോൾ അതാണ് അഫിനിറ്റിയും അവിഡിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പറയുന്നത് വായിച്ചു നോക്കാം. അവിഡിറ്റി റിഫേഴ്സ് ടു ദ അക്യുമുലേറ്റഡ് സ്ട്രെങ്ത് ഓഫ് മൾട്ടിപ്പിൾ അഫിനിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ നോൺ കോവാലന്റ് ബൈൻഡിങ് ഇന്ററാക്ഷൻസ് സച്ച് ആസ് ബിറ്റ്വീൻ എ പ്രോട്ടീൻ റിസപ്റ്റർ ആൻഡ് ഇറ്റ്സ് ലിഗൻഡ്. അപ്പം അവിഡിറ്റി എന്നുള്ള ടേം ഓർത്ത് വെക്കുക കേട്ടോ. മെഷർമെന്റ് ഓഫ് ഓവറോൾ സ്ട്രെങ്ത് ഓഫ് ആന്റിജൻ ആൻഡ് ആന്റിബോഡി ബൈ അവിഡിറ്റി. Okay, eighth one, if platelets are to be prepared from the blood, it is stored at 20-24 degrees Celsius. 20 to 24 degrees Celsius. Whole blood for separation of platelets should be kept at 20 to 24 degrees Celsius before processing, as lower temperatures affect platelet function and its separation. അപ്പോൾ എന്താണ്? 20-24 ആ റേഞ്ചിൽ ആണ്, ടെമ്പറേച്ചറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലേറ്റ്ലെറ്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓർത്ത് വെക്കാം കേട്ടോ. പ്ലേറ്റ്ലെറ്റ്സ് 20 to 24 ഡിഗ്രി സെൽഷ്യസ്. അടുത്തല്ലേ പോകാം. ഇമ്മ്യൂണോഗ്ലോബുലിൻ ഓഫ് സെറ ആർ, അതായത് നമ്മുടെ സെറത്തിലെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ആന്റിബോഡീസ് ആണ്. അതായത് ആന്റിബോഡീസ് തന്നെയാണ് എന്തറിയപ്പെടുന്നത്? ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. വേറെ എന്തോ ഒരു പോയിന്റും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആന്റിബോഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്നായിരുന്നോ?
ഇപ്പം നമുക്കിത് വായിച്ചു നോക്കാം. ഇമ്മ്യൂണോഗ്ലോബുലിൻ ഓഫ് സെറം ആർ ആന്റിബോഡി. അപ്പം ഇമ്മ്യൂണോഗ്ലോബുലിൻ കണ്ടെയ്ൻസ് ആന്റിബോഡീസ് ദാറ്റ് മേക്ക് അവർ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ്ങർ. ദ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പ്രസന്റ് ഇൻ ദ സെറം ആൻഡ് ക്യാൻ ബി ഓഫ് 5 ടൈപ്സ്. ഏതൊക്കെയാണ്? IgM, IgG, IgD, IgA ആൻഡ് IgE. ഇതിൻ്റെ ഒക്കെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ, ചോദിക്കാവുന്നതാണ്. അപ്പം നമുക്ക് IgG എന്താണെന്ന് ആദ്യം നോക്കാം. IgG എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. വിച്ച് ആന്റിബോഡി ക്രോസസ് പ്ലാസൻഡ? നമ്മുടെ പ്ലാസൻഡേനെ ക്രോസ് ചെയ്യുന്ന ആന്റിബോഡി ഏതാണ്? IgG ആണ്. അതായത് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു ആന്റിബോഡിയാണ് IgG എന്ന് പറയുന്നത്. G ഫോർ ഗർഭാവസ്ഥ, അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെക്കാം കേട്ടോ, അപ്പം നമുക്ക് മറന്നു പോകത്തില്ല. IgG ഗർഭാവസ്ഥയാണെന്ന് ഓർത്ത് വെച്ചാൽ പ്ലാസൻഡ ക്രോസ് ചെയ്യുന്നത് ആരാണ്? IgG ആണെന്ന് പഠിച്ചു വെക്കാം. അടുത്തത് IgM റിലേറ്റഡ് ആയിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലേക്ക് ഒരു ആന്റിജൻ പ്രവേശിക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫസ്റ്റ് ആന്റിബോഡിയാണ് ആര്? IgM. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ആന്റിജൻ പ്രവേശിക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആന്റിബോഡിയാണ് IgM. അടുത്ത ഏതാ പറയുന്നത്? IgD ആണ് പറയുന്നത്. IgD എന്താണ്? ഫൗണ്ട് ഓൺ ദി സർഫസ് ഓഫ് B ലിംഫോസൈറ്റ്സ് ആൻഡ് ഫങ്ഷൻസ് ആസ് എ B സെൽ ആന്റിജൻ റിസപ്റ്റർ. B സെൽ ആന്റിജൻ റിസപ്റ്റർ ആയിട്ട് IgD ആക്ട് ചെയ്യുന്നു. IgA ആണെങ്കിലോ നമുക്കറിയാം, ഡെലിവറി കഴിഞ്ഞാൽ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കാണ് ഇത് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡിയാണ് ഇത് IgA. അതായത് ABCD സ്റ്റാർട്ട് ചെയ്യുക എയിലാണല്ലോ, നമ്മളെ അമ്മ എയിലാണല്ലോ. അപ്പോൾ തുടക്കം തന്നെ നമ്മുടെ കുഞ്ഞിന് കിട്ടുന്നത് കൊളസ്ട്രം ആണ്. അതിലടങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് IgA. അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വയ്ക്കുക. അടുത്തത് IgE, അലർജി. അങ്ങനെ എന്താണ്? അലർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആന്റിബോഡിയാണ് IgE, അലർജി. ഓക്കെ, അപ്പോൾ 5 എണ്ണം കഴിഞ്ഞു. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഓഫ് സെറം ആർ ആന്റിബോഡീസ്. അടുത്തത് ഡിഫക്റ്റീവ് റെഡ് സെൽസ് അണ്ടർഗോയിങ് ലൈസിസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ്. എന്താണ്? ഡിഫക്റ്റീവ് റെഡ് സെൽസ് അണ്ടർഗോയിങ് ലൈസിസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഇൻഎഫക്റ്റീവ് എറിത്രോപോയസിസ്. അപ്പോൾ the bone marrow tries to compensate for the anemia by increased production of red cells. However, these red cells are defective and undergo lysis. The term used for this situation is ineffective erythropoiesis. അപ്പോൾ ഇൻഎഫക്റ്റീവ് എറിത്രോപോയസിസ് എന്താണ്? പേര് പോലെ തന്നെയാണ്. അപ്പോൾ എന്താ? അനീമിയക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോൺ മാരോ എന്ത് ചെയ്യുന്നു? റെഡ് ബ്ലഡ് സെൽസ് പ്രൊഡക്ഷൻ കൂട്ടുന്നു. ഇത് എന്താണ്? ഡിഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അണ്ടർഗോ ലൈസിസ്. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻഎഫക്റ്റീവ് എറിത്രോപോയസിസ് എന്ന് പറയുന്നത്. അപ്പം ഡിഫക്റ്റീവ് റെഡ് ബ്ലഡ് സെൽസ് അണ്ടർഗോയിങ് ലൈസിസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഇൻഎഫക്റ്റീവ് എറിത്രോപോയസിസ്. അടുത്തല്ലേ പോകാം. ഡാഷ് ഡിസ്പോസബിൾ ബ്ലേഡ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് സ്മോൾ ആൻഡ് സോഫ്റ്റ് ബയോപ്സി. എന്താണ്? സ്മോൾ ആൻഡ് സോഫ്റ്റ് ബയോപ്സി കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്പോസബിൾ ബ്ലേഡ് ഏതാ? ലോ പ്രൊഫൈൽ. അപ്പോൾ ലോ പ്രൊഫൈലുണ്ട്, ഹൈ പ്രൊഫൈലും ഉണ്ടെന്ന് അറിയാലോ. നമുക്കിത് വായിച്ചു നോക്കാം. There are 2 types of disposable blades, low profile blade and high profile blade. എന്താണ് low profile blade? Usually used for cutting small and soft biopsies like kidney and liver biopsies. അപ്പോൾ കിഡ്നി ലിവർ ബയോപ്സീസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലോ പ്രൊഫൈൽ. ഹൈ പ്രൊഫൈൽ ആണെങ്കിലോ യൂസ്ഡ് ഫോർ എനി ടിഷ്യൂസ് ലൈക്ക് മയോമെട്രിയം, ബ്രസ്റ്റ് ട്യൂമർ ഓർ സ്കിൻ. അതാണ് ഹൈ പ്രൊഫൈൽ ബ്ലേഡ്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു ചോദ്യം? സ്മോൾ സോഫ്റ്റ് ബയോപ്സി കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിസ്പോസബിൾ ബ്ലേഡ് ഏത് ടൈപ്പാണ്? ലോ പ്രൊഫൈൽ ബ്ലേഡ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ദ എക്സ്ട്രാ സെല്ലുലാർ ഇൻഫെക്ഷൻ വൈറസ് പാർട്ടിക്കിൾ ഈസ് കോൾഡ്. ദ എക്സ്ട്രാ സെല്ലുലാർ ഇൻഫെക്ഷൻ വൈറസ് പാർട്ടിക്കിൾ ഈസ് കോൾഡ് വിറിയൻ. ഏതാണ്? വിറിയൻ. അപ്പം Virion is an endovirus particle consisting of an outer protein shell called a capsid and an inner core of nucleic acid. A small number of additional proteins may be present within the virion as enzymes. Okay, but the extracellular infection virus particle is called virion. Okay, കൂടുതലൊന്നും പറയല്ല. അടുത്തല്ലേ പോകാം. Presence of viable bacteria in the blood stream is called presence of viable bacteria in the blood stream is called bacteremia. Bacteremia, അത് നമ്മുടെ ബ്ലഡിൽ
വയബിൾ ബാക്ടീരിയന്റെ പ്രസൻസ് ഉണ്ടാവുക. അതാണ് ബാക്ടീരിയമ എന്ന് പറയുന്നത്. വായിക്കാം. ബാക്ടീരിയമ ഈസ് ദ പ്രസൻസ് ഓഫ് വയബിൾ ബാക്ടീരിയ ഇൻ ദ സർക്കുലേറ്റിംഗ് ബ്ലഡ്. Asymptomatic bacteremia can occur in normal daily activities such as conducting oral hygiene and after minor medical procedures. അപ്പം വലിയ സിംറ്റംസ് ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ് അസിംറ്റമാറ്റിക് ബാക്ടീരിയമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ സാധാരണ ഹൈജീൻ ഫോളോ ചെയ്യുന്ന സമയത്ത്, അതായത് ഓറൽ ഹൈജീൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കാം ഈ ഒരു ബാക്ടീരിയമ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകുന്നത്. അതിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രസൻസ് ഓഫ് വയബിൾ ബാക്ടീരിയ ഇൻ ദ ബ്ലഡ് സ്ട്രീം. ഓക്കെ, അതാണ് ബാക്ടീരിയമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. The association of endotoxin in gram-negative bacteria is due to the presence of the association of endotoxin in gram-negative bacteria is due to the presence of. നമുക്കറിയാം gram-negative ബാക്ടീരിയയിൽ പ്രസന്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് ലിപ്പോപോളിസാക്കറൈഡ്. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ലിപ്പോപോളിസാക്കറൈഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഔട്ടർ മെംബ്രെയിൻ കമ്പോണൻസ് ഓഫ് gram-negative ബാക്ടീരിയ. ഓക്കെ, ദേ ആർ കമ്പോസ്ഡ് ഓഫ് ആൻ O antigen, an outer core and an inner core, all joined by a covalent bond and are found in the outer membranes of gram-negative bacteria. അപ്പോൾ gram-negative ബാക്ടീരിയന്റെ ഔട്ടർ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ് ലിപ്പോപോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റെയിനോട് എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തും കൂടി നോക്കാം. ബ്രയോഫില്ലം കേട്ടിട്ടുണ്ടല്ലോ. ബ്രയോഫില്ലം ഡയഗ്രമോണ്ടിയാനം റീപ്രൊഡ്യൂസസ് ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? അതിന് എക്സാമ്പിൾ ഒക്കെ അറിയാലോ അല്ലെ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ ബ്രയോഫില്ലം ഹാപ്പൻസ് ത്രൂ ദ ലീവ്സ്. ഇതിലൂടെയാണ്? ലീവ്സിലൂടെയാണ്. ബ്രയോഫില്ലം ലീവ്സ് ഹൗ ആക്സിഡന്റൽ ബഡ്സ് ദാറ്റ് എയ്ഡ് ഇൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ലീവ്സിൽ എന്തുണ്ടാവും? ബഡ്സ് ഉണ്ടാവും അല്ലെ. അതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പൊ ബ്രയോഫില്ലം ഓർത്ത് വെക്കണം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞു. ഇതിൽ ഒരുവിധം എല്ലാം